സി പണം ആകർഷിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും പണം ആകർഷിക്കണം, ധാരാളം പണം ഉണ്ടാവണം, പണം ഒരുപാട് ജീവിതത്തിൽ വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. സോ അപ്പോൾ അതിന് ജസ്റ്റ് നമ്മൾ അധ്വാനം കൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒന്നല്ല ആക്ച്വലി പണം നിങ്ങളെ ലൈഫിലേക്ക് ആകർഷിക്കുക എന്ന് പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും ഒരു മൂന്ന് രഹസ്യങ്ങൾ അല്ലെങ്കിൽ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. പണം നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മൂന്ന് പ്രധാനപ്പെട്ട പോയിന്റ്സ്. ഒന്ന്, ഫസ്റ്റ് എപ്പോഴും പറയുന്നത് പോലെ തന്നെ സമൃദ്ധിയുടെ മനോഭാവം, അബൻഡൻസ് മൈൻഡ് സെറ്റ് നമ്മൾ നോക്കണം. രണ്ടാമത്, പണത്തിൻ്റെ മൂല്യം തിരിച്ചറിയണം. മൂന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ മൂല്യം നൽകണം. ഓക്കെ, പണത്തിൻ്റെ മൂല്യം തിരിച്ചറിയണം, മൂല്യം നൽകണം, പിന്നെ ആദ്യത്തെ പറഞ്ഞത് സമൃദ്ധിയുടെ മനോഭാവം സെറ്റാക്കണം. ഈ സമൃദ്ധിയുടെ മനോഭാവം സെറ്റാക്കുക എന്ന് പറഞ്ഞാൽ പലപ്പോഴും ആ, പണമില്ല എന്ന പരാതി പറയുന്നതും ദരിദ്രതയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതും പണത്തെ നമ്മളിൽ നിന്നും അകറ്റിക്കൊണ്ടിരിക്കും. നമ്മളിൽ നിന്ന് പണത്തെ അകറ്റിക്കൊണ്ടിരിക്കും. എന്തൊക്കെയായിരിക്കും? പലപ്പോഴും നമ്മൾ അറിഞ്ഞോ അറിയാതോ പറയുന്ന പണത്തെക്കുറിച്ചുള്ള പരാതികൾ ദരിദ്ര മൈൻഡ് സെറ്റ്, മൈൻഡ് സെറ്റിൽ ജീവിക്കുന്ന അവസ്ഥയിലാണ് എങ്കിൽ പണം നമ്മളിൽ നിന്ന് അകന്നുകൊണ്ടേയിരിക്കും. പകരം പണത്തോട് പോസിറ്റീവായിട്ടുള്ളൊരു സമീപനം നമ്മൾ നിലനിർത്തിയാൽ മാത്രമേ പണം നമ്മളിലേക്ക് വരത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ആ പണത്തെക്കുറിച്ച്, മണിയെക്കുറിച്ചുള്ള മനോഭാവം നമ്മൾ മാറ്റിയെടുക്കണം. അതിന് നമുക്ക് ഏറ്റവും സൂപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന രണ്ട് മെത്തേഡ്സ് ഉണ്ട്. ഒന്ന്, നമ്മൾ എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക, നന്ദിയുള്ളവരായിരിക്കുക. ഇപ്പോൾ നിങ്ങളുടെ കൈവശം ചെറിയ തുകയ്ക്ക് പോലും നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. നിങ്ങളുടെ കയ്യിൽ ചെറിയ തുക ഉണ്ടെങ്കിൽ പോലും അതിന് നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. ആ സമൃദ്ധിയുടെ മൈൻഡ് സെറ്റിലേക്ക് വരണമെങ്കിൽ. രണ്ടാമത് പറയുന്ന ഒരു പോയിന്റ്, ദരിദ്ര ചിന്ത ഒഴിവാക്കുക. ഓക്കെ, എനിക്കിതിന് കഴിയില്ല, പണം വരാൻ പ്രയാസമാണ്, മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന വാക്കുകളാണിത്. പണം മരത്തിൽ കായ്ക്കുന്നതല്ല ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ അഫോർമേഷൻസ് പറയുന്നുണ്ട്, പണത്തെക്കുറിച്ച് വിഷ്വലൈസേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ കാര്യങ്ങൾ പറയുമ്പോൾ രണ്ടും യോജിച്ച് പോകത്തില്ല. സോ ഫസ്റ്റ് ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക, രണ്ടാമത്തത് ദരിദ്ര ചിന്ത ഒഴിവാക്കുക. എനിക്കിത് കഴിയില്ല, പണം വരാൻ പ്രയാസമാണ് തുടങ്ങിയ ചിന്താഗതികൾക്ക് മാറ്റിയില്ലെങ്കിൽ സമ്പത്ത് നിങ്ങളിലേക്ക് വരില്ല. പകരം സമ്പത്ത് എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ, അഫർമേഷൻ പറയുന്ന പോലെ, അത് ആ ഒരു സെന്റൻസുകൾ പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ആത്മവിശ്വാസം വളർത്താനായിട്ട് സഹായിക്കും. സമ്പത്ത് എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു, ഞാൻ ധനികനാണ്, പല വഴികളിലൂടെ ധനം വന്നുകൊണ്ടേയിരിക്കുന്നു, എനിക്കിത് കഴിയില്ല, പണം വരാൻ പ്രയാസമാണ് എന്ന് പറയുന്നത് ഇൻസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. രണ്ടാമത്തെ മെയിൻ പോയിന്റ് ഞാൻ സൂചിപ്പിച്ചായിരുന്നു, പണത്തിന്റെ മൂല്യം തിരിച്ചറിയണം. ഓക്കെ, എന്താ ഉദ്ദേശിക്കണം ചോദിച്ചു കഴിഞ്ഞാൽ മണി മാനേജ്മെന്റ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പണം എപ്പോഴും അതിനെ സ്നേഹിക്കുന്നവരോടൊപ്പം ആയിരിക്കും, അല്ലെങ്കിൽ ബഹുമാനിക്കുന്നവരോടൊപ്പം ആയിരിക്കും, അവരുടെ അടുത്തേക്കായിരിക്കും പണം എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. കൃത്യമായി കൈകാര്യം ചെയ്യുന്ന ആൾക്കാരിലേക്കാണ് ആ പണം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതൊരു കലയാണ് ആക്ച്വലി. കൃത്യമായിട്ടും മണി മാനേജ് ചെയ്യുന്നത്, കൃത്യമായും പണം കൈകാര്യം ചെയ്യുന്നത് ഒരു കലയാണ് ആക്ച്വലി. അത് നമ്മൾ നേടിയെടുക്കണം. അതെങ്ങനെ നേടിയെടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലേൺ ചെയ്യണം. ഇപ്പം നമുക്ക് അറിയില്ലെങ്കിൽ പഠിക്കണം. അത് എങ്ങനെ മണി മാനേജ്മെന്റ് ചെയ്യും. മണി മാനേജ്മെന്റ് ദാറ്റ്സ് മോർ ഇമ്പോർട്ടൻറ്റ്. അതിൽ നമുക്ക് സബ് പോയിന്റ്സ് ഒക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാം. ഫസ്റ്റ്, മണി മാനേജ്മെന്റിൽ ബഡ്ജറ്റിംഗ് തയ്യാറാക്കുക. പണം എങ്ങോട്ടാണ് പോകുന്നതെന്ന് കൃത്യമായി രേഖപ്പെടുത്തണം. ചെറിയ ചിലവുകൾ പോലും ശ്രദ്ധിക്കണം, കഴിയുമെങ്കിൽ അത് രേഖപ്പെടുത്താം. ബഡ്ജറ്റിംഗ്, പണം എങ്ങോട്ട് പോകുന്നു, ഏത് തരത്തിൽ പോകുന്നു, അനാവശ്യമായിട്ട് ഏതൊക്കെ പോകുന്നുണ്ടോ, അത്യാവശ്യം അനാവശ്യം ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. കൂടുതൽ ഇപ്പോൾ ഓൺലൈനൊക്കെ ആയതുകൊണ്ട് തന്നെ സബ്സ്ക്രിപ്ഷൻസ് ഏതെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ടിട്ടുണ്ടോ, പക്ഷെ അത് കാണുന്നുണ്ടോ, ഇല്ല. സോ ബഡ്ജറ്റിംഗ് നോക്കുക. രണ്ടാമത്തെ കാര്യം പറയുന്നത് നിക്ഷേപം. പണം വെറുതെ സൂക്ഷിക്കാതെ അത് വളരാനായിട്ട് നമ്മൾ അനുവദിക്കണം. പണം പണത്തെ ഉണ്ടാക്കുന്നതെന്നാണ് നമ്മൾ പൊതുവെ കേട്ടിട്ടുള്ളൊരു കാര്യം. പണം പണത്തെ ഉണ്ടാക്കും. എങ്ങനെ? നിക്ഷേപങ്ങളിലൂടെ. അത് വെറുതെ അലമാരക്കകത്തോ പേഴ്സിനകത്തോ വെച്ചിട്ട് കാര്യമില്ല. ഏതാണോ കറക്റ്റായിട്ടുള്ള നല്ല നമുക്ക് റിട്ടേൺസ് കിട്ടുന്ന സേഫ്റ്റി ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുക, അതിൽ പ്രോപ്പറായിട്ട് നമ്മൾ നിക്ഷേപിക്കണം. പണം പണത്തെ ഉണ്ടാക്കുന്നു. ഓക്കെ, സോ അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക.
മൂന്നാമത് കാര്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള ചിലവുകൾ ഒഴിവാക്കുക. ഓക്കെ, അനാവശ്യമായിട്ടുള്ള ചിലവുകൾ ഞാൻ സൂചിപ്പിച്ചു നേരത്തെ, ആവശ്യം, അത്യാവശ്യം, അനാവശ്യം. അനാവശ്യമായിട്ടുള്ള കാര്യം പരമാവധി ഒഴിവാക്കുക. ആഡംബരം ജീവിതം ജീവിക്കരുത് എന്നും പറയില്ല, എന്നാൽ ആഡംബര ജീവിതം നമുക്ക് വേണോ എന്നും കൂടെ അന്വേഷിക്കുക, നോക്കുക എങ്ങനെയൊക്കെയാണെന്ന്. ഓക്കെ, ആവശ്യങ്ങൾക്ക് വേണ്ടി പണം ചിലവാക്കാനായിട്ട് എപ്പോഴും ശീലിക്കുക. അപ്പോൾ ആഡംബരം വേണം, നിങ്ങൾ ജീവിച്ചോളൂ, നോ പ്രോബ്ലം. അതിനനുസരിച്ച് എന്ത് ചെയ്യണം? ഇൻകം കൂട്ടണം. അല്ല ചുമ്മാ ഇത് കാണണമെന്നും കാണാത്തതെല്ലാം വാങ്ങിച്ചു കൂട്ടിയൊരു കാര്യമില്ല. വരുമാനം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ മുറുകും. അപ്പം അതുകൊണ്ട് നിങ്ങൾ എത്ര ആഡംബരമായിട്ട് വേണോ ജീവിച്ചോ, നോ പ്രോബ്ലം. അബൻഡൻ്റ് ആയിട്ട് ജീവിച്ചോ, അബൻഡൻസ് ആയിട്ട് ജീവിച്ചോ, ധാരാളം സമൃദ്ധിയും സമ്പത്തിലൂടെ ഒക്കെ ജീവിച്ചോ. പക്ഷേ ഇൻകം നമ്മൾ കൂട്ടിയെടുക്കണം. ആ ഒരു കാര്യം മാറ്റണം. ഓക്കെ, അമിതമായിട്ടുള്ള അല്ലെ അനാവശ്യമായിട്ടുള്ള ആ ചിലവുകൾ നമ്മൾ ഉറപ്പായിട്ട് ഒഴിവാക്കണം. മൂന്നാമത് ഞാൻ പറഞ്ഞത് മൂല്യം നൽകുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ് ഈ മൂല്യം നൽകുക എന്ന് പറയുന്നത്. ലോകത്തിന് നിങ്ങൾ എന്ത് നൽകുന്നുവോ അതിന് നിങ്ങൾ എന്താണ് കൊടുക്കുന്നത് അതിന് ആനുപാതികമായിട്ടുള്ള പണം നിങ്ങളിലേക്ക് വരത്തുള്ളൂ. നിങ്ങൾ എന്താണ് ലോകത്തിലേക്ക് കൊടുക്കുന്നത് അതിനനുസരിച്ചായിരിക്കും തിരിച്ച് നിങ്ങൾക്ക് റിട്ടേൺ കിട്ടുന്നത്. ഓക്കെ, അപ്പം ഇവിടെ പ്രധാനമായിട്ടും രണ്ട് കാര്യം നോക്കണം. നിങ്ങളുടെ സേവനം മെച്ചപ്പെടുത്തണം. നിങ്ങളൊരു ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, മറ്റുള്ളവർക്ക് നൽകുന്ന സേവനത്തിൻ്റെ ഗുണനിലവാരം വർദ്ധിക്കണം. ഒരു പ്രൊഡക്റ്റോ സർവീസോ എന്തോ ആയിക്കോട്ടെ, അതിന് കുറച്ചും കൂടെ വാല്യൂ കൂടുതൽ കൊടുക്കുക ആൾക്കാർക്ക്. അവരെ പ്രൊഡക്റ്റോ സർവീസോ നിങ്ങളുടെ കയ്യിൽ നിന്ന് മേടിക്കുമ്പോൾ അതിന് കുറച്ചുകൂടെ മൂല്യം ഉണ്ടാകാൻ അവർക്ക് മനസ്സിലാകണം. അപ്പോൾ എന്ത് ചെയ്യും? സേവനം മെച്ചപ്പെടുത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പണം നിങ്ങളിലേക്ക് വന്നോളും. രണ്ടാമത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ദാനം ചെയ്യുക. വരുമാനത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് മാറ്റിവെക്കുന്നത് സമ്പത്ത് വർദ്ധിക്കാനായിട്ട് കാരണമാകുന്നുണ്ടെന്ന് പല സാമ്പത്തിക വിദഗ്ധരും അല്ലെങ്കിൽ വിശ്വസിക്കുന്ന പല ആൾക്കാർ അവരുടെ ജീവിതത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമാണ്. എത്രത്തോളം അവർ ദാനം ചെയ്യുന്നുണ്ടോ അത്രത്തോളം സമ്പത്തും സമൃദ്ധി അവരുടെ ലൈഫിലേക്ക് ഒഴുകി വരണം അവർ കണ്ടിട്ടുണ്ട്. ഓക്കെ, എല്ലാം കൂടെ ദാനം ചെയ്യണമെന്നല്ല പറഞ്ഞേ, ആ വരുമാനത്തിന് നിശ്ചിതമായിട്ടുള്ളൊരു ശതമാനം ദാനം ചെയ്യാനായിട്ട് നോക്കുക. ഇത് മനസ്സിൽ കൂടുതൽ വിശാലമാക്കാനായിട്ട് അല്ലെങ്കിൽ പുതിയ അവസരങ്ങൾ നിങ്ങളിലേക്ക് തുറന്ന് വരാനായിട്ട് ധാരാളമായി സഹായിക്കും ദാനം ചെയ്യുന്നതിലൂടെ. ഓക്കെ, സോ നിങ്ങളുടെ ബിസിനസ്സിൽ അല്ലെങ്കിൽ ജോലിയിൽ കൂടുതൽ സേവനം കൊടുക്കുക. പ്രൊഡക്റ്റോ സർവീസോ ആയിക്കോട്ടെ, അത് കൂടുതൽ വാല്യൂ ആഡ് ചെയ്ത് കൊടുക്കുക. ഒപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ദാനം ചെയ്യണം. നിങ്ങളുടെ വരുമാനം നിങ്ങളുടെ 1% അല്ലെങ്കിൽ ഒരു നിശ്ചിത ശതമാനം എന്ത് ചെയ്യണം? ദാനം കൂടെ ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. പണത്തിൻ്റെ കാര്യത്തിലൂടെ സംസാരിക്കുമ്പോൾ ആ മനോഭാവം നമ്മൾ മാറ്റണം. അതേപോലെ തന്നെ നമ്മൾ പ്രധാനമായിട്ടും പഠിച്ച അടുത്ത കാര്യം പണത്തിൻ്റെ ആ മൂല്യം തിരിച്ചറിയുക. മണി മാനേജ്മെൻറ്റ് കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യുക. മൂന്നാമത് പറഞ്ഞ ആ മൂല്യം നിലനിർത്തുക. നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ഒരാളായിക്കോട്ടെ, അതുപോലെ തന്നെ നിങ്ങൾ ഒരു ജോലി ചെയ്യുന്ന ആളായിക്കോട്ടെ, പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് മൂല്യം കൊടുക്കാൻ പറ്റിയാൽ ഇന്ന് നിങ്ങൾ ഉണ്ടാക്കുന്ന ആ വരുമാനത്തെക്കാളും ഇരട്ടി വരുമാനം നിങ്ങൾ ഉണ്ടാക്കാം. സോ കൂടുതൽ പ്രോഫിറ്റ് നേടണമെന്ന് ആ ചിന്ത മാറ്റി കൂടുതൽ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം എന്ന് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങിയാൽ നേരത്തെ ഉണ്ടാക്കിയ വരുമാനത്തെക്കാളും കൂടുതൽ വരുമാനങ്ങൾ ഉണ്ടാക്കാനായിട്ട് പറ്റും. 3 കാര്യങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കുക. ഓക്കെ, സോ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ? Yes, sir. Thank you, sir. Yes. Thank you, sir. Thank you.